വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ടാഞ്ചിറോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ആ ഡീമനെ നൈസായിട്ട് വെട്ടുകയും ചെയ്യുന്നു. എന്നാൽ അത് ഡീമൺ ആയതുകൊണ്ടും അവൻ്റെ ശരീരം വീണ്ടും പഴയതുപോലെ ആക്കാൻ കഴിവുള്ളത് കൊണ്ടും അവൻ്റെ ശരീരം പഴയതുപോലെ ആക്കുന്നു. ഇതൊന്നും കണ്ട് ടാഞ്ചിറോക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇങ്ങനെ, ഇവനെന്തോ ഒന്നും പറ്റാത്ത എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് ടാഞ്ചിറോ. അങ്ങനെ ടാഞ്ചിറോൻ്റെ കഴുത്ത് പിടിച്ച് ആ ഡീമൺ നിൽക്കുന്ന സമയത്താണ് ടാഞ്ചിറോയുടെ കൈ പോലും അനക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തി ആ ഡീമൺ ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ നിസുകോ ഓടി വന്ന് ആ ഡീമന്റെ തല ഫുട്ബോൾ തട്ടുന്ന പോലെ ഒരു തട്ടങ്ങ് തട്ടുന്നത്. ഇത് കണ്ട് ടാഞ്ചിറോ ചോദിക്കുകയാണ്, നിസുകോ നീ അവനെ കൊന്നോ? നിനക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നോ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചിറോ. അങ്ങനെ ആ ഡീമൻ മരിച്ചെന്ന് കരുതി ടാഞ്ചിറോ നിസുകോനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ആ ഡീമന്റെ ശരീരം അളകുന്നത് കാണുന്നത്. ടാഞ്ചിറോ അത് കണ്ട് പേടിക്കുകയാണ്. തലയില്ലാത്ത ഈ ശരീരം എങ്ങനെയാണ് അനങ്ങുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചിറോ. ഇതേ സമയം തന്നെ നിസുകോ ആ ശരീരത്തെ ഒറ്റ തട്ടങ്ങ് തട്ടുവാണ്. അത് തെറിച്ചു പോയി ഒരു മരത്തിൽ പോയി സ്റ്റിക്കറായിട്ട് കിടക്കുന്നു. ഇതേ സമയം തന്നെ ആ വെട്ടിയിട്ട തല അവിടെ നിന്നും സംസാരിക്കുവാണ്. എടാ നീ ആരാടാ എന്നെ തല്ലാൻ? നിങ്ങൾ ശരിക്കും ആരാ? എവിടുന്ന് വന്നു? നിന്റെ കൂടെ ഉള്ളത് ഡീമണല്ലേ? അവളെന്തിനാ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡീമന്റെ തല കടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ടാഞ്ചിറോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ എന്ത് തേങ്ങയാണ് ഈ നടക്കുന്നത്? ഞാൻ കാണുന്ന സ്വപ്നമാണോ എന്നും വിചാരിച്ച് ടാഞ്ചിറോ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. ഇതേ സമയം തെറിച്ചുപോയ ആ ശരീരം ഓടി വന്ന് നമ്മുടെ നിസ്കോയെ ആക്രമിക്കുകയാണ്. നിസ്കോയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ടാഞ്ചിറോ. എന്നാൽ ഇതേ സമയം തന്നെ ആ തലയ്ക്ക് കൈയൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. ആ ശരീരത്തിന്റെ തല വന്ന് നമ്മുടെ ടാഞ്ചിറോയെ ആക്രമിക്കുന്നു. ആ തലയാണെങ്കിൽ നമ്മുടെ ടാഞ്ചിറോന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കടിച്ചു പിടിച്ച് വെച്ചിരിക്കുകയാണ്. നിസ്കോയെ തട്ടി തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശരീരം. അങ്ങനെ ആ ഡീമൺ നമ്മുടെ നിസ്കോയെ തൂക്കിയെടുത്ത് ഒരു കാട്ടിലോട്ട് എറിയുന്നു. എന്നിട്ട് ആ ഡീമണും ആ കാട്ടിലോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ നിസ്കോയെ രക്ഷിക്കാൻ വേണ്ടി ടാഞ്ചിറോ തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് എറിയുവാണ്. അത് ഒരു മരത്തിൽ പോയി തറച്ചു നിൽക്കുന്നു. അതിലുണ്ടായിരുന്ന തല അതിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ നിസുകോയെ രക്ഷിക്കാൻ വേണ്ടി നിസുകോയുടെ അടുത്ത് ചെല്ലുന്ന സമയത്താണ് ആ ഡീമൺ നിസുകോയെ തല്ലുന്നതായിട്ട് ടാഞ്ചിറോ കാണുന്നത്. ടാഞ്ചിറോ ഓടി വന്ന് അതിനൊരു ചവിട്ടാണ്. നേരെ രണ്ടുപേരും കൂടി ഒരു കൊക്കേക്ക് അങ്ങ് മറിഞ്ഞു വീഴുവാണ്. ഇതേ സമയം തന്നെ ആ ഡീമന്റെ ശരീരം താഴെ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ടാഞ്ചിറോയെ നമ്മുടെ നിസുകോ രക്ഷിക്കുകയാണ്. അങ്ങനെ ടാഞ്ചിറോയും നിസുകോയും തിരിച്ചു വന്ന് ആ ശരീരത്തിണ്ടായിരുന്ന അതിന്റെ തലയെ കൊല്ലാൻ വേണ്ടി ഒരു കത്തിയെടുത്ത് അതിന്റെ നേരെ പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ പുറകിലൂടെ ആരോ വന്ന് നമ്മുടെ ടാഞ്ചിറോയെ തൊടുന്നു. നോക്കുന്ന സമയത്ത് അത് ആ വയസ്സായിട്ടുള്ള ആളായിരുന്നു. നമ്മുടെ ജിയോ പറഞ്ഞ അതേ ആൾ. അയാൾ ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ടാഞ്ചിറോ ഇയാൾ ആരാ? മുഖം മൂടിയൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല ഇയാൾ വരുന്ന ശബ്ദം പോലും ഞാൻ കേട്ടില്ലല്ലോ, ഇയാളുടെ നടക്കുന്ന ശബ്ദം പോലും ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചിറോ. ഇതേ സമയം തന്നെ ആ വയസ്സായ അയാൾ പറയാണ്, നിനക്ക് ആ കത്തി ഉപയോഗിച്ച് അതിനെ കൊല്ലാൻ വേണ്ടി സാധിക്കില്ല എന്ന്. ഇത് കേട്ട് ടാഞ്ചിറോ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ കൊല്ലുക എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാണ്, അത് നീ തന്നെ കണ്ടുപിടിക്കണം. നിന്റെ പ്രശ്നങ്ങളൊക്കെ നീ തന്നെ സോൾവ് ചെയ്യണം. അതിന് വേറൊരാളും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇത് കേട്ട് ടാഞ്ചിറോ ആലോചിക്കുകയാണ്, ഞാൻ ആ ഡീമനെ ആക്രമിച്ച സമയത്ത് എൻ്റെ തല കല്ല് പോലെയാണെന്ന് ആ ഡീമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കല്ലുകൊണ്ടായിരിക്കും